സൗദിയിൽ വന്നിട്ട് അങ്ങനെ ആദ്യമായിട്ട് സൗദി പോലീസും പിടിച്ചു. അതേപോലെ തന്നെ നല്ല രീതിയിലൊരു ഫൈനും കിട്ടി. പരിപ്പോടെ ആയാലും ഉഴുന്നോടെ ആയാലും കുഴപ്പമില്ല എന്നുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ 1 റിയാലാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ടെക്വേ മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണുന്ന ഈ മതിലേക്ക് ചാടി കയറി ഇറങ്ങി പോകുന്നത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 റിയാലിന് നല്ല രീതിയിലുള്ള കടികൾ അതുപോലെ തന്നെ ചായയും കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് കൂട്ടുകാരൻ പറഞ്ഞു. അപ്പോൾ അവിടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. വേറൊരു കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയി, നമ്മളിപ്പോൾ ഓഫ് ഷോറിലല്ല, നമ്മളിപ്പോൾ കരയിലാണ് കേട്ടോ. അതായത് എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന ആ ഒരു വെസലല്ല, അല്ലെങ്കിൽ ആ ഒരു ഷിപ്പ് വേറൊരു രാജ്യത്തേക്ക് പോവാണ്. അത് നമ്മുടെ കമ്പനി വക വെസലും കാര്യങ്ങളല്ല, അതൊരു കോൺട്രാക്ട് ബേസിൽ എടുത്തത് ഒരു വെസലാണ്. അപ്പോൾ ആ ഒരു വെസലിൻ്റെ കോൺട്രാക്ട് കഴിഞ്ഞപ്പോൾ അത് വേറൊരു രാജ്യത്തേക്ക് പോവാണ്. പകരം നമുക്ക് വേറൊരു വെസൽ അല്ലെങ്കിൽ ഒരു ഷിപ്പ് വരും. ഈ വെസൽ വരുന്നത് ഏകദേശം ഒരു 1 മന്ത് പിടിക്കും. അപ്പോൾ അതുവരെ നമ്മൾ ഇവിടെ കരയിലത്തെ ജീവിത ശൈലികളും കാര്യങ്ങളൊക്കെ ആവും ഇനിയോട്ട് നമ്മൾ 1 മാസത്തേക്ക് കാണാനായിട്ട് പോകുന്നത്. വെസൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. ഇവിടെ റാക്കേറുള്ള ക്യാമ്പിൻ്റെ ബാക്ക് സൈഡുള്ള ഒരു വ്യൂ ആണിത്. ഇവിടെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ അതേപോലെ കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ കാണാം. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു 3 കിലോമീറ്റർ മാക്സിമം പോയി കഴിഞ്ഞാൽ നമുക്ക് കടൽ കാണാനായിട്ട് പറ്റും. നമ്മുടെ നാട്ടിലത്തെ പോലെ കടൽ അത്ര ഈ തിരമാല കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ വീടുകളും കാര്യങ്ങളെല്ലാം ഏകദേശം ഒരേപോലെ ഒരേ കളറിലൊക്കെ ആയിരിക്കും കേട്ടോ മിക്കവാറും. ഗായ്സ്, ഇനി നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അതായത് റോഡൊക്കെ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ സീബ്ര ലൈനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ക്രോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പരമാവധി നമ്മുടെ പോലീസിൽ നിന്നുള്ള ഫൈനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. കാരണം എന്ന് വെച്ചാൽ 2 മാസം മുന്നേ ഞാൻ കോബാറിലുള്ള നമ്മുടെ ലുലു മാളിലേക്ക് പർച്ചേസിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഞങ്ങൾ കുറച്ച് നേരം നടന്നപ്പോൾ ഒരു ഹോട്ടൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു കേരള ഹോട്ടൽ. അവിടേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കുമ്പോൾ സീബ്ര ലൈനും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ സീബ്ര ലൈൻ ഉണ്ട്, ഇത്തിരി ദൂരെയാണ്, ഒരു 300 മീറ്റർ നടന്നാൽ പിന്നെ അത് കിട്ടാനായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു തൽക്കാലത്ത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യാനായിട്ട് നിന്നു. എനിക്ക് ക്രോസ് ചെയ്യേണ്ടതെന്നുണ്ടായിരുന്നു, പിന്നെ കൂട്ടുകാരൻ പോയപ്പോൾ ഞാനൊപ്പം പോയി. അപ്പോൾ അങ്ങനെ പോയി കടന്ന വശം തന്നെ അവിടെ പോലീസുകാർ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ബൈക്കിൽ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു, സൗദി പോലീസായിരുന്നു. അവർ യാതൊരു ദയം കാണിക്കില്ല, ഒന്നും കാണിക്കില്ല. എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന 2 പേര്, അവരുടെ ഇത് ഇക്കാമ ആയതുകൊണ്ട് അവർക്ക് ഫൈൻ കിട്ടി. എൻ്റെ ഇത് സീമാമിസി ആയിരുന്നു. ഓക്കെ, അതുകൊണ്ട് എനിക്ക് മാത്രം ഫൈൻ കിട്ടിയില്ല. ഞാൻ വിചാരിച്ചത് ഏകദേശം ഒരു 500 റിയാൽ എല്ലാവർക്കും കൂടി വരും. അതായത് ഒരാൾക്ക് 500 റിയാൽ വെച്ച് വരുന്നതാണ് വിചാരിച്ചത്. ഭാഗ്യത്തിന് എനിക്ക് മാത്രം അന്ന് കിട്ടിയില്ല. കാരണം വെച്ചാൽ എൻ്റെ സീമാൻ വിസ ആയതുകൊണ്ട് മാത്രം എനിക്കന്ന് കിട്ടിയില്ല. എൻ്റെ പാസ്പോർട്ട് ആയിട്ട് അവർ വാങ്ങി വെച്ചു. പിന്നെ നോക്കി, അപ്പോൾ സീമാൻ വിസ ആയതുകൊണ്ട് എന്നെ വിട്ടു. പിന്നെ ബാക്കിയുള്ള 2 പേർക്ക്, അന്നുണ്ടായിരുന്ന എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേർക്ക് ഞാൻ വെച്ചാൽ 500 റിയാൽ കിട്ടുമെന്നാണ് വിചാരിച്ചത്. ഭാഗ്യത്തിന് 100 റിയാലാണ് വന്നത്. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നമുക്ക് ഉണ്ടായി. ഓക്കെ, അത് നിങ്ങളോട് ഞാൻ പങ്കുവെച്ചതാണ്. ഇപ്പോൾ റോഡൊക്കെ ക്രോസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും സീബ്ര ലൈൻ വെച്ച് ക്രോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഗൈസ്, എനിവേ നമുക്ക് എന്തായാലും പ്രസൻറ്റിലേക്ക് വരാം. ഈ ഒരു സ്ട്രീറ്റിൽ ധാരാളം ഹോട്ടൽസ് അതുപോലെ തന്നെ ബാർബർ ഷോപ്പും കാര്യങ്ങളും ഇഷ്ടം പോലെയാണ് കേട്ടോ. അതായത് പാകിസ്ഥാനി ഹോട്ടൽ ഉണ്ടാവും, പാകിസ്ഥാനിലുള്ള നല്ല രുചിയേറെ കുറേ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഫുഡും കാര്യങ്ങളും അടങ്ങിയ പലതരത്തിലുള്ള ഹോട്ടൽസും കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, പലതരത്തിലുള്ള മുടിവെട്ട് കാര്യങ്ങളും അതായത് ബാർബർ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളിപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റാക്കേറുള്ള ഒരു ബംഗാളി സ്ട്രീറ്റ് ഉണ്ട്. ഓക്കെ, ആ സ്ട്രീറ്റിലാണ് നമ്മുടെ ഇന്ത്യൻ ഫാമിലി റെസ്റ്റോറൻറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ സ്നാക്സും അതുപോലെ ചായയും കഴിക്കാനായിട്ട് പോകുന്നത്. ഞാൻ പോയ സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 4 മണി 5 മണി ടൈം ആയിരുന്നു. അതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഹോട്ടലിൽ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പ് കാര്യമായിട്ടാണ് തോന്നിയത്. ഏകദേശം ഒരു 15-20 മിനിറ്റ് നേരം ഞാൻ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ അടുത്തേക്ക് ഒരാൾ തന്നെ വന്നത്. എന്താണ് ഓർഡർ എടുക്കാനൊക്കെ ആയിട്ട്. സർവീസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മോശമായ അഭിപ്രായമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എൻ്റെ തൊട്ടടുത്തിരിക്കുന്നുണ്ടായിരുന്ന ഒരാൾ ഒരു പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പൊറോട്ടയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ അടിച്ച പൊറോട്ടയായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് ആ ഒരു ഹിന്ദിക്കാരൻ പറയും ചെയ്തു ആളോട്, ഇത് രാവിലത്തെ പൊറോട്ടയാണ്, ഇത് ചൂടില്ല, ഭയങ്കരമായിട്ട് തണുത്തിട്ടാണ് ഇരിക്കണേ. അപ്പോൾ സർവീസിൻ്റെ കാര്യത്തിൽ ഇത്തിരി മോശമാണെന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങളുടെ വന്ന കാര്യത്തിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതായത് സ്നാക്സ് കഴിക്കാനാണ് വന്നത്, കടികൾ കഴിക്കാനാണ് വന്നത്, ഉഴുന്നോടെയും പരിപ്പോടെയും. അപ്പോൾ അതെന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തായാലും വന്ന് നോക്കട്ടെ. ഓർഡർ ചെയ്ത ഐറ്റംസ് എന്ന് വെച്ചാൽ പരിപ്പോടെയും ഉഴുന്നോടെയാണ്. അതായത് ഞാൻ ഓർഡർ ചെയ്തത് ഒരു 2 പരിപ്പോടെയും പിന്നെ കൂടെ വന്നവർ ഓർഡർ ചെയ്തത് 2 ഉഴുന്നോടെയും 2 പരിപ്പോട വീതമായിരുന്നു. പിന്നെ അതുപോലെ ചായ. പരിപ്പോടയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പരിപ്പോട വളരെ വളരെ ശോകമായിരുന്നു. എന്താ പറയുക, തീരെ ഒരു ഗുമ്മുണ്ടായിരുന്നില്ല. പിന്നെ ആ കൂടി 1 റിയാലുള്ളൂ, അതാണ് ഒരു ആശ്വാസം. പക്ഷേ എന്നാലും ഒരു പരിപ്പോടേതായിട്ടുള്ള ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ബിലോ എവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അതുപോലെ പിന്നെ എനിക്ക് ഒരു മച്ച് ബെറ്റർ ആയിട്ട് തോന്നിയത് ഉഴുന്നോടെയാണ്. പിന്നെ ഉഴുന്നോടെ എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ടേസ്റ്റ് നോക്കി അവിടെ വെച്ചു. ഉഴുന്നോടെ പിന്നെയും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന മറ്റേ ഈ ചട്നിയും അതുപോലെ മറ്റേ സോസും കാര്യങ്ങളൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു ഏവറേജ് ആയിട്ട് എനിക്ക് തോന്നി.
കുടിച്ച ചായ പോലും വലിയൊരു കുമ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിന് മുന്നേ ഞങ്ങളോട് വന്നപ്പോൾ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങളോട് വന്നത്. എന്താണെന്നറിയില്ല, വളരെ മോശം അഭിപ്രായമായി മാറി ഇന്നത്തെ ഒരു സംഭവത്തോട് കൂടിയിട്ട്. അപ്പോൾ അങ്ങനെ ടോട്ടൽ നമുക്ക് വന്നത് 9 റിയാലാണ്. അപ്പോൾ അത് അവിടുത്തെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളവിടെ നിന്ന് മെല്ലെ സ്കൂട്ടായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ഒരു മൊബൈൽ ഷോപ്പിലേക്കാണ്. കാരണം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ പറഞ്ഞു അവന് സ്ക്രീൻ കാർഡ് ഒട്ടിക്കണത്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ മൊബൈൽ ഷോപ്പിലേക്ക് വിട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.